സ്ത്രീകളുടെ സഫിൽ ഏറ്റവും ഖൈർ, ഏറ്റവും പിറകിലുള്ള സഫാണ്. പുരുഷന്മാരിൽ സഫിൽ ഏറ്റവും ഖൈർ, മുന്നിലുള്ള ഖൈറാണ്. പുരുഷന്മാരിൽ സഫിൽ ഏറ്റവും ഷർറ് പിന്നിലുള്ളതാണ്. കാരണം പിന്നിലെ സഫ് ഷർറാകാനുള്ള കാരണം അതിനോട് ചേർന്ന് മറയില്ലാതെ സ്ത്രീകൾ നിൽക്കുന്നു എന്നതാണെന്ന് ചിന്തിക്കാൻ അതിബുദ്ധിയുടെ ആവശ്യമില്ല. ദാരിമിമാരെ, ഫൈസിമാരെ, സഖാഫിമാരെ, അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വിഷയം സ്ത്രീ പള്ളി പ്രവേശനം ഇസ്ലാമിൽ എന്നതാണ്. പരിശുദ്ധ ഖുർആനിലെ 24-ാമത്തെ അധ്യായമായ സൂറത്തുൻ നൂറിലെ 37-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറുൽ ഖുർത്തുബിയിൽ പറയുകയാണ്, ലമ്മാ ഖാല തആല റിജാലുൻ വഖസ്വഹും ബിൽദിക്രി. ഈ ആയത്തിൽ പുരുഷന്മാരെ പ്രത്യേകമായി പറയാനുള്ള കാരണം ദല്ല അല അന്ന നിസാഅ ലാ ഹല്ല ലഹുന്ന ഫിൽ മസാജിദി. സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രത്യേക അവസരം ഇല്ല എന്നതിന്റെ മേലിൽ അറിയിക്കുന്നുണ്ട്. മാത്രമല്ല ഇത് ലാ ജുമുഅത അലൈഹിന്ന വലാ ജമാഅത. സ്ത്രീകൾക്ക് പള്ളിയിൽ ജുമുഅയോ ജമാഅത്തോ ഇല്ല എന്നതാണ്. മാത്രമല്ല വ അന്ന സ്വലാത്തഹുന്ന ഫീ ബുയൂതിഹിന്ന അഫ്ളലു. അവർക്ക് അവരുടെ വീടിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും പുണ്യമുള്ളത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ പറയുകയാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന സ്ത്രീകൾക്ക് അവളുടെ വീടിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും പുണ്യകരമെന്ന് പഠിപ്പിച്ച ആ ഹദീസിനെയും ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അവരുടെ തഫ്സീറിൽ 174-ാമത്തെ പേജിൽ വളരെ വ്യക്തമായി കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ തഫ്സീറുൽ കബീറിൽ 24-ാം വാള്യം 274-ാമത്തെ പേജിൽ പറയുകയാണ്, ലിമ ഖസ്സ റിജാല ബിദ്ദിക്രി. ഈ ആയത്തിൽ പുരുഷന്മാരെ പറയൽ കൊണ്ട് പ്രത്യേകമാക്കിയത് എന്തുകൊണ്ടാണ്? വൽ ജവാബു ലി അന്ന നിസാഅ ലസ്ന മിൻ അഹ്ലി തിജാറാത്തി അവിൽ ജമാഅത്തി. ഉത്തരം, നിശ്ചയം സ്ത്രീകളെ കച്ചവടത്തിന്റെയോ ജമാഅത്തുകളുടെയോ അവകാശികൾ അല്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു 24-ാം വാള്യം 274-ാമത്തെ പേജിൽ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുകയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹിക്കി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ റൂഹുൽ ബയാനിൽ 6-ാം വാള്യം 161-ാമത്തെ പേജിൽ പറയുകയാണ്, കൈഫ ഖസ്വ റിജാല ബിൽ മദ്ഹി വസ്സനാഇ ദൂന നിസായി. സ്ത്രീകളെ കൂടാതെ പുരുഷന്മാരെ മാത്രം പ്രശംസിക്കുകയും വാഴ്ത്തി പറയുകയും ചെയ്തത് എങ്ങനെയാണ്? ഉത്തരം, ഫൽ ജവാബു ലി അന്നഹു ലാ ജുമുഅത അലൻ നിസായി വലാ ജമാഅത ഫിൽ മസാജിദി. കാരണം പള്ളികളിൽ വെച്ചുള്ള ജുമുഅയോ ജമാഅത്തോ സ്ത്രീകൾക്ക് ഇല്ല എന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഇസ്മായിലുൽ ഹിക്കി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ റൂഹുൽ ബയാനിൽ 6-ാം വാള്യം 161-ാമത്തെ പേജിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുകയാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഇഖ്തിലാഫുൽ ഹദീസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്, വലം നഅലം മിൻ ഉമ്മഹാത്തിൽ മുഅ്മിനീന ഇംറഅതൻ ഖറജത് ഇലാ ജുമുഅത്തിൻ വലാ ജമാഅത്തിൻ ഫീ മസ്ജിദിൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ ആരും തന്നെ ജുമുഅക്കോ ജമാഅത്തിനോ ഒരു പള്ളിയിലേക്കും പുറപ്പെട്ടതായി നമ്മൾ അറിഞ്ഞിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ആരാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു? 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആലിമു ഖുറൈശിൻ യംലഉ തിബാക്കൽ അർളി ഇൽമ. എന്റെ കുടുംബത്തിൽപ്പെട്ട ഖുറൈശികളിൽ നിന്നുള്ള ഒരു ആലിമു വരാനുണ്ട്, അദ്ദേഹം ഭൂമി മുഴുവനും ഇൽമു കൊണ്ട് നിറക്കുമെന്ന് പഠിപ്പിച്ച ആ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ തങ്ങൾ പറയുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ ആരും തന്നെ ജുമുഅക്കോ ജമാഅത്തിനോ പുറപ്പെട്ടതായി നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നാണ്. മാത്രമല്ല ശേഷം പറയുന്നത് വഅസ്വാജു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിമക്കാനിഹിന്ന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔലാ ബി അദാഇൽ ഫറാഇലി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അവരുടെ സ്ഥാനം കൊണ്ട് നോക്കുകയാണെങ്കിൽ അവരായിരുന്നു ജുമുഅക്കും ജമാഅത്തിനും പുറപ്പെടാൻ കൂടുതൽ അർഹരായത് എന്നും എന്നിട്ട് പോലും അവരാരും ജമാഅത്തിനോ ജുമുഅക്കോ പുറപ്പെട്ടതായി നമുക്ക് അറിഞ്ഞിട്ടില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഇഖ്തിലാഫുൽ ഹദീസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 8-ാം വാള്യം 624-ാമത്തെ പേജിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുകയാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. ആരാണ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു? അല്ലെങ്കിൽ മഹാനായ ഇമാമുസുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ. അയ്യേ, മൂപ്പർക്ക് ശിർക്കൊന്നും തിരിയില്ല, അതുകൊണ്ടല്ലേ മൂപ്പര് ജിന്നിനെ പിടിച്ച് ദ്വേർന്നോട്ടെ. അയ്യടാ,
എന്താ മൊഞ്ചി? അമ്മഹാന്റെ കാട്ട് തട്ടിയ പ്രദേശത്ത് നിൽക്കാൻ യോഗ്യത ഉണ്ട് നിങ്ങൾക്ക്? ഉണ്ടോ? ഒരു ഉച്ചന്റെ മുമ്പ് ഒന്നെടുത്തിട്ട് രാത്രി മഗ്‌രിബ് വരെ ഒന്നെടുത്ത് തീർന്നിട്ടില്ല ആ മനുഷ്യന്റെ മയ്യത്ത് നിസ്കരിക്കാൻ. 8 ലക്ഷം ആളെ മയ്യത്ത്. KJന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഉണ്ടല്ലോ ഉമരി സാഹിബ്, അദ്ദേഹം സെൽസബിയിൽ എഴുതിയ ഒരു ലേഖനുണ്ട് ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ കുറിച്ച്. ഇവിടെ കിട്ടി വായിച്ചാളി, കോപ്പി ചേർത്ത് ഞാൻ തരുന്നുണ്ട്, ഒന്ന് വായിച്ച് പഠിക്കുക. നിങ്ങൾ മനസ്സിലാക്കി. അപ്പൊ ഇമാം നബിയോ ഏത് നബി? എന്നോടൊരു പണ്ഡിതൻ ചോദിച്ചാ മുജാഹിദ് സെന്ററിന് എന്തോ ഒലക്കമ്മല അഹമ്മദ് ബിൻ ഹംബൽ നിഷേധിക്കട്ടെ, മുബാഹലക്ക് വിളിക്കും ഞാൻ. എന്തോ ഒലക്കമ്മല ഇമാം അഹ്മദ് ബിൻ ഹംബൽ. അതൊരു ജമിയത്തുൽ മൻ. 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള ഇമാം സുന്ന എന്ന് അറിയപ്പെടുന്ന, മാത്രമല്ല ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദായ, 4 മദ്ഹബിന്റെ ഇമാമായ ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തിന്റെ മുസ്നദ് അഹ്മദിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവം. ബഹുമാനപ്പെട്ട മഹദിയായ ഉമ്മു ഹുമൈദ ബീവി റളിയല്ലാഹു അൻഹ ഒരു ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ചുകൊണ്ട് ഇപ്രകാരം പറയുകയാണ്: യാ റസൂലല്ലാഹ് ഇന്നി ഉഹിബ്ബുസ് സ്വലാത മഅക. മുത്തുനബിയെ, ഞാൻ അങ്ങയോട് കൂടെ നിസ്കരിക്കുവാൻ അതിയായി ആഗ്രഹിക്കുന്നു നബിയെ. അപ്പോൾ മുത്തുനബി തങ്ങൾ മഹദിയോട് പറയുകയാണ്: ഖദ് അലിംതു അന്നകി തുഹിബ്ബീന സ്വലാത മഅ. നിശ്ചയമായും നിനക്ക് എന്റെ കൂടെ നിസ്കരിക്കാൻ അതിയായ ആഗ്രഹമുണ്ട് എന്ന് ഞാൻ അറിയുന്നു, ഞാൻ മനസ്സിലാക്കുന്നു. വസ്വലാതുകി ഫീ ബൈതികി ഖൈറുൽ ലകി മിൻ സ്വലാതികി ഫീ ഹുജ്റതികി. നിന്റെ വീടിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കലാണ് എന്റെ കൂടെ നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യമെന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുന്ന ആ ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. ഈ ഹദീസിന്റെ അവസാന ഭാഗത്തിൽ കാണാം: ഫകാനത് തുസല്ലി ഫീഹി ഹത്താ ലഖിയതില്ലാഹ. മരണം വരുന്നത് വരെ അവിടെ വെച്ചായിരുന്നു, വീടിന്റെ അകത്തളത്ത് വെച്ചായിരുന്നു മഹദി നിസ്കരിച്ചിരുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം സുന്ന അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചത്. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? മുത്തുനബി തങ്ങളുടെ അടുക്കലേക്ക് വന്ന സ്വഹാബി വനിതയോട് മുത്തുനബി തങ്ങൾ പറയുന്നത്, നിന്റെ വീടിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് എന്റെ കൂടെ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യമെന്ന്. എന്നാൽ ഇന്നത്തെ മുജാഹിദുകൾ പ്രചരിപ്പിക്കുന്നത് എന്താണ്? ചിന്തിച്ചു നോക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. ഇതേ ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഖുസൈമ തങ്ങളെ, ഇബ്നു ഹിബ്ബാൻ തങ്ങളെ, അതുപോലെ തന്നെ ബുഖാരി ഇമാമിന്റെ ഉസ്താദായ ഇബ്നു അബി ശൈബ തങ്ങളും അവരുടെ മുസന്നഫ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും ഈ ഹദീസ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇത്രക്കും വളരെ വ്യക്തമായ സഹീഹായ സനദോടുകൂടിയുള്ള ഹദീസ് ഉണ്ടായിട്ട് പോലും മുജാഹിദുകൾ പറയുന്നത് സ്ത്രീകൾ പള്ളിയിലേക്ക് വരണമെന്നാണ്, പള്ളിയിൽ വെച്ച് നിസ്കരിക്കലാണ് സ്ത്രീകൾക്ക് ഉത്തമമെന്നാണ്. അതുകൊണ്ട് അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇങ്ങനെയുള്ള മുജാഹിദുകളുടെ തെറ്റിദ്ധരിപ്പിക്കലിൽ നിന്ന് അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആൻ അനുസരിച്ച്, മുത്തുനബി തങ്ങളുടെ തിരു ഹദീസ് അനുസരിച്ച്, ബഹുമാനപ്പെട്ട ഇമാമിങ്ങളെ നമ്മിലേക്ക് എത്തിച്ചു തന്ന പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ ആശയാദർശങ്ങൾ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.